നഴ്സിംഗ് നോട്ട് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോഷ്യോളജിയിൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ പോയിൻറ്റ്, സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്വച്ഛ് ഭാരത് അഭിയാൻ, പ്രധാനമന്ത്രി ജൻധൻ യോജന, സൻസദ് ആദർശ് ഗ്രാമ യോജന, ഹൗസിംഗ് ഫോർ ആൾ ബൈ 2022, സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം ഫോർ എവറി ഫാമേഴ്സ്, ദീനദയാൽ ഉപാധ്യായ ഗ്രാമ ജ്യോതി യോജന, വൻബന്ധു കല്യാൺ യോജന. ഇതൊക്കെയാണ് ഇന്ത്യയിൽ നടപ്പാക്കുന്ന സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ്. അടുത്തത് ടൈപ്സ് ഓഫ് കൾച്ചർ. കൾച്ചറിൻ്റെ ടൈപ്സ് നോക്കാം. മെറ്റീരിയൽ കൾച്ചർ, നോൺ മെറ്റീരിയൽ കൾച്ചർ, കോപ്പറേറ്റ് കൾച്ചർ, കൾച്ചർ ഓഫ് ഡൈവേഴ്സിറ്റി, പോപ്പുലർ കൾച്ചർ ആൻഡ് ഫോറിൻ കൾച്ചർ. Material culture refers to physical objects, resources and spaces that people use to define their culture. മെറ്റീരിയൽ കൾച്ചറിൽ വരുന്നതാണ് ഫിസിക്കൽ ഒബ്ജക്റ്റ്, റിസോഴ്സസ് ഒക്കെ. അതിന് എക്സാമ്പിളായിട്ട് മണി, വെപ്പൺ, ക്ലോത്തിങ്, ഓർണമെൻറ്റ്സ് ഇതൊക്കെ പറയാം. നോൺ മെറ്റീരിയൽ കൾച്ചർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഐഡിയാസ് ആൻഡ് തോട്ട്, ഇൻക്ലൂഡ് തിങ്സ് ലൈക്ക് ലോസ്, സ്റ്റാൻഡേർഡ് ഓഫ് ബിഹേവിയർ. ഐഡിയാസും തോട്ട്സൊക്കെ കൊണ്ട് മേഡപ്പ് ചെയ്തിരിക്കുന്നതാണ് നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ലാംഗ്വേജ്, വേർഡ്സ്, ഡ്രസ് കോഡ്, റിച്വൽസ്, റിലീജിയൻ, വാല്യൂ ഇതൊക്കെയാണ്. കോപ്പറേറ്റ് കൾച്ചർ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് വാല്യൂസ്, ബിലീഫ്, എത്തിക്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ദാറ്റ് ക്യാരക്ടറൈസ് ആൻഡ് ഓർഗനൈസേഷൻ ആൻഡ് ഗൈഡ് ഇറ്റ്സ് പ്രാക്ടീസ്. കോപ്പറേറ്റ് കൾച്ചറിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരുമായിട്ട് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ്, രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നതിനൊക്കെ നമുക്ക് കോപ്പറേറ്റ് കൾച്ചറായിട്ട് പറയാം. കൾച്ചർ ഓഫ് ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് സൊസൈറ്റി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി ഡിഫറെൻറ്റ് ഗ്രൂപ്പ് വിത്ത് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ്, സ്കില്ല്, ടാലൻറ്റ് ആൻഡ് നീഡ്സ്. ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളും ഡിഫറെൻറ്റ് ക്യാരക്ടറിസം ചേർന്ന് വരുന്നതിനെയാണ് നമ്മൾ കൾച്ചർ ഓഫ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് റൈസ്, എത്നിസിറ്റി, സെക്ഷൽ ഓറിയൻറ്റേഷൻ, ഏജ്, ജെൻഡറൊക്കെ വരുന്നത്. അടുത്ത പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്നത് എ സെറ്റ് ഓഫ് പ്രാക്ടീസ്, ബിലീഫ്സ് ആൻഡ് ഒബ്ജക്റ്റ് ദാറ്റ് ആർ ഡോമിനൻ്റ് ഇൻ സൊസൈറ്റി അറ്റ് എ ഗിവൺ പോയിൻ്റ് ഓഫ് ടൈം. ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന പ്രാക്ടീസസ്, ബിലീഫ്സ് ഇതിൻ്റെയൊക്കെ സെറ്റിനെയാണ് നമ്മൾ പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് എൻ്റർടൈൻമെൻറ്റ്, സ്പോർട്സ്, ന്യൂസ് ഇതൊക്കെ പറയാം. അടുത്ത ഫോറിൻ കൾച്ചർ എന്താണെന്ന് നോക്കാം. ഫോറിൻ കൾച്ചർ എന്ന് പറയുന്നത് ലൊക്കേറ്റഡ് ഇൻ ഓർ കമ്മിങ് ഫ്രം അനദർ കൺട്രി, മറ്റൊരു കൺട്രിയിൽ നിന്നോ ഒരു ഏരിയയിൽ നിന്നോ പീപ്പിൾസിൽ നിന്നൊക്കെ വരുന്നതാണ് ഫോറിൻ കൾച്ചർ എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിളായിട്ട് ഇറ്റാലിയൻ കൾച്ചർ, ഫ്രഞ്ച് കൾച്ചർ, ചൈനീസ് കൾച്ചർ അങ്ങനെയൊക്കെ പറയാം. അടുത്ത പോയിൻ്റ് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയുടെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരിക്കണം. എ ഡെഫിനിറ്റ് ലൊക്കാലിറ്റി, ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ലൊക്കാലിറ്റി വേണം. കമ്മ്യൂണിറ്റി സെൻറ്റിമെൻ്റ് ഉണ്ടായിരിക്കണം. നാച്ചുറൽ ആയിരിക്കണം. ഒരു സ്ഥിരത ഉണ്ടാവണം. സിമിലാരിറ്റി ഉണ്ടാവണം. വൈഡർ എൻഡ് ആയിരിക്കണം. ടോട്ടൽ ഓർഗനൈസ്ഡ് സോഷ്യൽ ലൈഫ് ആയിരിക്കണം. അടുത്തത് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ്, കാഷ്വൽ, സീസണൽ, സ്ട്രക്ചർ, ടെക്നോളജിക്കൽ, സൈക്ലിക്കൽ ആൻഡ് ക്രോണിക് അൺഎംപ്ലോയ്മെൻറ്റ്. വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു എംപ്ലോയി സ്വന്തമായിട്ട് ജോബ് ലീവ് ചെയ്യുന്നു. അവരുടെ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, സാലറി കുറവായതുകൊണ്ടോ അവർ സ്വന്തമായിട്ട് ജോബ് ലീവ് ചെയ്യുന്നതിനാണ് വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എംപ്ലോയി അവരുടെ റോളിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത് കൊണ്ട് ലീവ് ചെയ്യുന്നതിനാണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. കാഷ്വൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് വർക്കേഴ്സ് ഒരു ഡേ ടു ഡേ ബേസിസിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അവർ ഒരു കോൺട്രാക്റ്റ് ജോബായിരിക്കും. ആ ഒരു കോൺട്രാക്റ്റ് പീരീഡ് കഴിയുമ്പോഴത്തേക്ക് അവരെ ടെർമിനേറ്റ് ചെയ്ത് മാറ്റും. സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി വർക്കാണ്. ഒരു പ്രത്യേക സമയത്തേക്ക് മാത്രം വർക്കേഴ്സിനെ എടുക്കുക, അത് കഴിയുമ്പോൾ അവരെ മാറ്റുകയും ചെയ്യുന്നതിനാണ് സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ന്യൂ ടെക്നോളജി വരുമ്പോഴത്തേക്ക് ഓൾഡ് ടെക്നോളജിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നു, അതുകൊണ്ട് തന്നെ അത് മാറ്റുന്നതിനെയാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ലോങ് ലാസ്റ്റിംഗ് അൺഎംപ്ലോയ്മെൻറ്റ് ദാറ്റ് കംസ് അബൌട്ട് ഡ്യൂ ടു ഷിഫ്റ്റ് ഇൻ ദ എക്കോണമിയിൽ ഷിഫ്റ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഓൾഡായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി പുതുതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നു, പുതിയ ടെക്നോളജീസ് കൊണ്ടുവരുന്നു. അതിനെയാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്.
ടെക്നോളജിക്കൽ ചേഞ്ചസ് മൂലം ജോബ് ലോസ് ആവുന്നതിനെയാണ് ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. എക്കണോമിക്കലി ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുമ്പോഴത്തേക്ക് അതുമായി ബന്ധപ്പെട്ട് എംപ്ലോയീസിന് ജോബ് നഷ്ടപ്പെടുന്നതിനാണ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. പ്രൊലോങ്ഡ് ആയിട്ടുള്ള അൺഎംപ്ലോയ്മെൻറ്റിനെയാണ് ക്രോണിക് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, കോപ്പറേഷൻ ആൻഡ് കോമ്പറ്റീഷൻ. കോപ്പറേഷൻ ഈസ് എ ഫോം ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ വെയറിൻ 2 or more persons work together to gain a common end. ഒരു കോമൺ എൻഡിന് വേണ്ടിയിട്ട് രണ്ടോ അതിൽ കൂടുതൽ ആൾക്കാർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിനെയാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. കോമ്പറ്റീഷൻ ഈസ് ആൻ ഇംപേഴ്സണൽ അൺകോൺഷ്യസ് കണ്ടിന്യൂസ് സ്ട്രഗിൾ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ് ഫോർ സാറ്റിസ്ഫാക്ഷൻ വിച്ച് ബിക്കോസ് ഓഫ് ദെയർ ലിമിറ്റഡ് സപ്ലൈ ആൾ മേ നോട്ട് ഹാവ്. ഇൻഡിവിജ്വൽസിൻ്റെയോ അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെയോ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള അൺകോൺഷ്യസ് ആയിട്ടുള്ള ഇംപേഴ്സണൽ ആയിട്ടുള്ള സ്ട്രഗിളിനെയാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അടുത്തത് കാസ്റ്റ് സിസ്റ്റം ആൻഡ് ക്ലാസ് സിസ്റ്റം. കാസ്റ്റ് സിസ്റ്റം ഈസ് വൺ ഇൻ വിച്ച് സോഷ്യൽ സ്റ്റാൻഡിംഗ് ഈസ് ബേസ്ഡ് ഓൺ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ഓർ ബർത്ത്. ക്ലാസ് സിസ്റ്റം ആർ ഓപ്പൺ വിത്ത് ദ അച്ചീവ്മെൻറ്റ് പ്ലേയിങ് എ റോൾ ഇൻ ദ സോഷ്യൽ പൊസിഷൻ. കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ബർത്തിൻ്റെ ബേസിസിൽ വരുന്ന ഒന്നാണ്. അതേസമയം ക്ലാസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ അച്ചീവ് ചെയ്യുന്ന സോഷ്യൽ പൊസിഷനെയാണ്. അടുത്ത പോയിന്റ്, ഹെൽത്ത് എഫക്റ്റ് ഓൺ ആൽക്കഹോളിസം. These symptoms include body defect as well as brain and central nervous system problems. They are also more likely to have social and behavioral issues including difficulty in school, issues getting along with others, poor social skill, trouble adapting or switching tasks, and behavior and impulse control. ആൽക്കഹോളിസത്തിൻ്റെ ഹെൽത്ത് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെയും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയും ഒരുപോലെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ ഇഷ്യൂസും ഉണ്ടാക്കുന്നു. അതിൽ നമ്മുടെ സ്കൂളിങ്ങിൽ ഡിഫിക്കൽറ്റി ഉണ്ടാകുന്നു, പുവർ സോഷ്യൽ സ്കില്ലായിരിക്കും, ട്രബിൾ അഡാപ്റ്റിംഗ് ആയിരിക്കും. അടുത്ത പോയിന്റ്, പോസിറ്റീവ് ഫങ്ഷൻസ് ഓഫ് കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റിൻ്റെ പോസിറ്റീവ് ഫങ്ഷൻസാണ് സോഷ്യൽ ചേഞ്ച്, ഡിസിഷൻ മേക്കിംഗ്, റീകൺസിലേഷൻ, ഗ്രൂപ്പ് യൂണിറ്റി, ഗ്രൂപ്പ് കോപ്പറേഷൻ, ഇൻസ്പയർ ക്രിയേറ്റിവിറ്റി, ഷെയർ ആൻഡ് റെസ്പെക്ട് ഒപ്പീനിയൻസ്, ഇംപ്രൂവ് ഫ്യൂച്ചർ കമ്മ്യൂണിക്കേഷൻ. അടുത്തത്, ഇമ്പോർട്ടൻസ് ഓഫ് സെക്കൻഡറി ഗ്രൂപ്പ് ടു ദ സൊസൈറ്റി. ആൾദോ പ്രൈമറി ഗ്രൂപ്പ്സ് ആർ വൈറ്റൽ ടു ദ ഹെൽത്ത് ഓഫ് ബോത്ത് individual and society. Secondary groups are also important because they tend to meet specific goals. They help societies function effectively and permit people who do not know one another intimately to perform more effectively in their jobs. നമ്മുടെ സ്പെസിഫിക് ഗോൾസ് മീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് സെക്കൻഡറി ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. എ സെക്കൻഡറി ഗ്രൂപ്പ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഫോർമൽ ആൻഡ് റിട്ടൺ റൂൾസ്. സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫോർമലായിരിക്കും, അതുപോലെ തന്നെ അതിൻ്റെ റിട്ടൺ റൂൾസും കാണും. അടുത്ത പോയിന്റ്, ഹെൽത്ത് ഹസാർഡ്സ് ഓഫ് അർബൻ കമ്മ്യൂണിറ്റി. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ലൈക്ക് ഹാർട്ട് ഡിസീസ്, ആസ്മ ആൻഡ് ക്യാൻസർ and diabetes are made worsen by unhealthy living and working condition. Inadequate green space, pollution such as noise, water and soil contamination, urban heat island, and a lack of space for working, cycling and active living. അർബൻ കമ്മ്യൂണിറ്റിയിൽ മെയിനായിട്ട് കാണുന്ന ഹെൽത്ത് ഹസാർഡ്സ് എന്ന് പറയുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയിട്ടുള്ള ഹാർട്ട് ഡിസീസ്, ആസ്മ, ക്യാൻസർ, ഡയബറ്റിസ് ഒക്കെയാണ്. ഈ കണ്ടീഷൻസ് വേഴ്സൺ ആവാനുള്ള കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ അൺഹെൽത്തി ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ അൺഹെൽത്തി ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷനുമാണ്. നമുക്ക് ഗ്രീൻ സ്പേസ് ഇനാഡിക്വേറ്റ് ആയിരിക്കും അർബൻ കമ്മ്യൂണിറ്റി. അതുപോലെ തന്നെ പൊല്യൂഷൻസ് ഒത്തിരി ഉണ്ടാവും, നോയ്സ് പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ കണ്ടാമിനേഷനൊക്കെ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഹെൽത്ത് ഹസാർഡ്സ് അർബൻ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്നത്. അടുത്ത പോയിന്റ്, കോസസ് ഓഫ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ്റെ കോസസ് ആണ് പറയുന്നത്. വൈഡനിങ് ഗ്യാപ്പ് ബിറ്റ്വീൻ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്, ലോ ഏജ് അറ്റ് മാരേജ്, ഹൈ ലിറ്ററസി, റിലീജിയസ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ഫാമിലി പ്ലാനിങ് ആൻഡ് അതർ കോസസ്. കോസസ് എന്ന് പറയുന്നത് വൈഡനിങ് ഗ്യാപ്പ് ബിറ്റ്വീൻ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്. ബർത്ത് ഡേറ്റും ഡെത്ത് റേറ്റും തമ്മിലുള്ള ഗ്യാപ്പ് വൈഡൻ ആയിരിക്കും. അതുപോലെ തന്നെ ചെറിയ വയസ്സിൽ തന്നെയുള്ള കല്യാണം, ഹൈ ലിറ്ററസി, റിലീജിയസ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ഫാമിലി പ്ലാനിങ്, ഫാമിലി പ്ലാനിങ്ങിനോടുള്ള റിലീജിയസ് ആറ്റിറ്റ്യൂഡ്, അതുകൂടാതെ മറ്റ് കാരണങ്ങളും.
അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് സോഷ്യൽ ചേഞ്ചസിൻ്റെ ഫാക്ടേഴ്സാണ്. ഫിസിക്കൽ എൻവയോൺമെൻറ്റ്, ഡെമോഗ്രഫിക് ഫാക്ടേഴ്സ്, കൾച്ചറൽ ഫാക്ടേഴ്സ്, ഐഡിയേഷണൽ ഫാക്ടേഴ്സ്, എക്കണോമിക് ഫാക്ടേഴ്സ് ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ഫിസിക്കൽ എൻവയോൺമെൻറ്റ്, ഡെമോഗ്രഫിക് ഫാക്ടേഴ്സ്, കൾച്ചറൽ ഫാക്ടേഴ്സ്, ഐഡിയേഷണൽ ഫാക്ടേഴ്സ്, എക്കണോമിക് ഫാക്ടേഴ്സ് ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. അടുത്തത് ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷൻ്റെ ഏജൻസീസ് ആണ് ഫാമിലി, സ്കൂള്, നെയ്ബർഹുഡ്, പിയർ ഗ്രൂപ്പ്, ദ വർക്ക് പ്ലേസ് ആൻഡ് മാസ് മീഡിയ. ഫാമിലി, സ്കൂള്, നെയ്ബർഹുഡ്, പിയർ ഗ്രൂപ്പ്, വർക്ക് പ്ലേസ് ആൻഡ് മാസ് മീഡിയ ഒക്കെയാണ് സോഷ്യലൈസേഷൻ്റെ ഏജൻസീസ്. ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.